അച്ഛനോടൊന്ന് വരാൻ പറയണം. പറയാം. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ ഉടനെ അറിയിക്കണം. ഒന്നും പേടിക്കണ്ട. അമ്മേ, ഞാൻ പോയി വരാം. എന്തിനും നീ മാത്രം പോകുന്നു? ഇവളെയും കൂടെ വിളിച്ചോണ്ട് പോ. അയ്യോ, ഞാൻ എങ്ങനെ പോകാനാ? ഇവിടെ അമ്മയ്ക്കാണെങ്കിൽ സുഖമില്ല, ചേച്ചിക്ക് കുഞ്ഞിനെ നോക്കണം, രമയ്ക്കാണെങ്കിൽ കോളേജിലും പോണം. അമ്മയ്ക്ക് പെട്ടെന്ന് വല്ല ബോധക്കേട് ഉണ്ടായാൽ ഒന്ന് വന്ന് നോക്കാൻ ആരെങ്കിലും വേണ്ടേ? എന്നെ ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ചോളാം. നിങ്ങളൊക്കെ ഒന്ന് ഇവിടുന്ന് ഇറങ്ങി തന്നാ മതി. ഇതൊന്നും കാര്യമാക്കണ്ട, പോയിട്ട് വരണം. ഞാൻ അറിഞ്ഞട്ടെ അമ്മേ. എടാ, നിന്റെ അമ്മയാണ് പറയുന്നത്. ഇവളെ കൂടെ ഇവിടുന്ന് വിളിച്ചിറക്കി കൊണ്ടുപോ. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഭാര്യ എങ്ങോട്ട് പോകാനാണമ്മേ? ഞാൻ അമ്മയെ നോക്കിക്കൊണ്ട് ഇവിടെ കഴിഞ്ഞോളാം. എനിക്കതാ ഇഷ്ടം. ഞാൻ പോയി വരാം. പുറപ്പെട്ടോ? പിന്നെ മര്യാദയ്ക്ക് ഇവിടെ നീ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. ഇവന്റെ ശല്യങ്ങൾ കൂടുമ്പോ അങ്ങോട്ട് പറഞ്ഞയച്ചേക്ക്. ഞാൻ ആരെ ഉപദ്രവിക്കാൻ? സമയത്തിന് ആഹാരം കഴിക്കണം എന്നല്ലാതെ ഞാൻ ആരെ ഉപദ്രവിക്കാറില്ല. ഇതേ നോക്ക്, നല്ല പനി. ഒന്ന് നോക്കൂ. ഒരു കണക്കിന് അതിന്റെ മുകളിൽ നിന്ന് ഇഴുകി ഇറങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ശരീരത്തിൽ ആകെ തൊഴിലില്ല, പക്ഷെ ഒരു തുള്ളി ചോര വന്നില്ല. അത് വേറെ കാര്യം. ഇതേത് കണ്ട, 1/2 ഏക്കറില്ല അവിടെ. അമ്മേ, കുഞ്ഞിന് നല്ല പനി, ഡോക്ടറെ കാണിക്കണം. കാണിക്കാൻ രാജേട്ടൻ പോകുമ്പോ ഞാൻ പണം വാങ്ങി വെക്കാൻ മറന്നു. ടാക്സി വിളിക്കാനും ഡോക്ടറെ കാണിക്കാനും ഒക്കെ പണം വേണ്ടേ? ഇപ്പൊ നിനക്ക് എന്നെ വേണം അല്ലേ? പക്ഷേ എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് നീ കുട്ടിയെ ചികിത്സിക്കില്ല. അമ്മേ, നല്ല പനിയുണ്ട്, താമസിപ്പിച്ചാൽ കൂടുതൽ ബുദ്ധിമുട്ടാവും. ഇത് കണ്ടോ, ഇതെന്റെ അലമാരയുടെ താക്കോല. ഇതിനകത്ത് ഇഷ്ടം പോലെ പണം ഇരിപ്പുണ്ട്. പക്ഷേ ഒറ്റ പൈസ ഞാൻ നിനക്ക് തരില്ല. കടമായിട്ട് തന്നാ മതി, ഞാൻ പിന്നെ തിരിച്ചു തരാം. എന്തു പറഞ്ഞിട്ടും കാര്യമില്ല അല്ലേടാ അപ്പുകുട്ട? അയ്യോ, എന്റെ താക്കോല്, എന്റെ താക്കോല്! അയ്യോ, ഇതാ 100 രൂപ ഞാൻ എടുത്തിട്ടുണ്ട്. ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് തിരിച്ചു തന്നേക്കാം. ഇനിയും വേണ്ടി വന്നാൽ ഞാനിത് ചെയ്യും. വരൂ ചേച്ചി. എടാ, നീയൊക്കെ ആണായിട്ട് ഇവിടെ നിന്നിട്ട് എന്താണ് പ്രയോജനം? എന്താടാ? ഈ ഭാർഗവീയ മന്ദിരത്തിനുള്ള ഒരൊറ്റ സ്നേഹം കൊണ്ട് മാത്രമാണ്, മറ്റൊന്നും തോന്നരുത്. എന്തോ? ഞാൻ സ്മോൾ ബുദ്ധി ഉപയോഗിക്കട്ടെ. എന്തോ ബുദ്ധി? ഈ താടകയുടെ താണ്ഡവം നിർത്തലാക്കാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ. എന്തോ? എനിക്ക് വേണ്ടിയിട്ടല്ല, ഭാർഗവമ്മയുടെ അന്തസ്സ് വീണ്ടും കിട്ടണമെങ്കിൽ മാത്രം. അതെങ്ങനെയാ? സമ്മതമാണെങ്കിൽ സംഗതി നിസ്സാരമാണ്. ആശുപത്രിയിൽ നിന്നും ഗീതക്കുഞ്ഞ് തിരിച്ചു വരുന്നു. ക്ഷീണം മാറ്റാനായി നമ്മൾ ഒരു ഗ്ലാസ് പാല് കൊടുക്കുന്നു. ആൾ കുടിക്കുന്നു. പാല് കുടിച്ചാൽ എങ്ങനെയാ മരിക്കുക? വെറും പാലല്ല, തിളപ്പിച്ച പാലിൽ ഒരു പല്ലിയിടുക. പല്ലിവിഷത്തേക്കാൾ വേറെ വലിയ വിഷം ഇല്ലെന്നാണ് കേൾവി. പല്ലിയിട്ട് തിളപ്പിച്ച പാൽ കുടിച്ചിട്ട് മരിക്കാത്തവരുണ്ടെങ്കിൽ പിന്നെ കാലം ഈ പണി നിർത്തി സ്ഥലം വിടുക നല്ലത്. ശരി. ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. അമ്മേ, ടാക്സിക്കും മരുന്നിനുമായി 63 രൂപ ചെലവായിട്ടുണ്ട്. ഇതാ ബാക്കി. ഇതൊക്കെ എന്തിനാ മോളെ എന്റെ അടുത്ത് തരണത്? ഇവിടെയുള്ള പണം നിങ്ങൾക്കുള്ളതല്ല, വേറെ ആർക്കാ? അപ്പാപ്പഴത്തെ സങ്കടം കൊണ്ട് അമ്മ അത് ഇതൊക്കെ പറയും. അതിപ്പോ അത്ര കാര്യമാക്കാനുണ്ടോ? നിങ്ങളോട് ചോദിച്ചില്ല. ഇല്ലല്ലേ? മിണ്ടായിരിക്കണം അപ്പുകുട്ടാ. മോളെ, എന്നാ ഈ പാല് കുടിച്ച് ക്ഷീണം മാറ്റി. എനിക്ക് വേണ്ടമ്മേ. അയ്യോ, എന്റെ പൊന്നു മോളല്ലേ, നീ എത്ര ആയിരുന്നാലും എന്റെ മോന്റെ ഭാര്യയല്ലേ. നിന്നോട് എനിക്ക് സ്നേഹം ഇല്ലാതിരിക്കോ? മോള് വാങ്ങിച്ചു. ഓ, ഡോക്ടറെ കാണാൻ പോയപ്പോഴുള്ള തിരക്ക് ഒരു കണക്കിന് ഞങ്ങൾ കുഞ്ഞിനെ കാണിച്ചിട്ടെങ്കിൽ പോന്നു. ആര് കുടിക്ക്? ചൂടാറിയ വീര്യം കുറയും. കുടിച്ചു മോളെ. ഇപ്പൊ ഡോക്ടറെ കാണിച്ചത് നന്നായി എന്നാ പറഞ്ഞത്, ഇല്ലെങ്കിൽ അപകടമായേനെ. ആര് കുടിക്കു കുഞ്ഞേ? പല്ലി തല വീണാൽ
പിന്നൊന്നും കഴിക്കാൻ പാടില്ല എന്നാ പറയുക അല്ലേ അമ്മേ? ഇത് അപ്പുക്കുട്ടൻ കുടിച്ചോ, എനിക്ക് വേണ്ട. കഴിച്ചാ ഞാൻ ഇപ്പൊ കഴിച്ചേയുള്ളൂ. ഭാഗ്യമ്മയ്ക്ക് കൊടുത്തേക്കും. പിടിക്കാൻ നശിച്ചവള് എവിടെ കയറി വന്നാലും അവിടെ കുടിയും. എന്താ അമ്മേ? നീ ആ കാട്ടിന് കൊണ്ടുവാ, നീ കുടിച്ചോ. അയ്യോ, എന്താ ഭാർഗവമേ, സുഖം തന്നെ അല്ലേ? കുറച്ചു ദിവസം ഇങ്ങോട്ടൊക്കെ ഒന്ന് വരണമെന്ന് വിചാരിക്കണു, സമയം കിട്ടുന്നില്ല. എന്താ ഭാർഗവമേ ഒന്നും മിണ്ടാതിരിക്കണത്? അച്ഛനോ? കാറിന്റെ ശബ്ദം കേട്ടപ്പോഴേ ഞാൻ ചേച്ചിയോട് പറഞ്ഞു അച്ഛനായിരിക്കുമെന്ന്. ഇരിക്കു വെച്ചാ ഇരിക്കണം. നിനക്ക് സുഖം തന്നെയാണല്ലോ അല്ലേ മോളെ? സുഖമാണ്. രാജേട്ടൻ എന്തേ വരാതിരുന്നത്? അവന് ജോലി തീർക്കാരനെ വന്നില്ല, അത്രേ ഉള്ളൂ. ഭാർഗവമേ എന്താ ഒന്നും മിണ്ടാതിരിക്കണം? അയ്യോ, അച്ഛനോടുള്ള ദേഷ്യം കൊണ്ടല്ല. അമ്മ വലിയ ഈശ്വരഭക്തിയാണെന്ന് അറിയാമല്ലോ. ഇപ്പോ മൗനവ്രതം ആചരിക്കുകയാണ്. അടുത്ത ഏകാദശി വരെ ആരോടും മിണ്ടില്ല. എനിക്ക് മൗനവ്രതവും മണ്ണാങ്കട്ടി ഒന്നുമില്ല. അയ്യോ, വ്രതം തെറ്റിയല്ലോ അമ്മേ. അച്ഛനാണ് ഇതിനൊക്കെ കാരണം. ഇപ്പൊ വിശേഷം അന്വേഷിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അമ്മേ, അറിയാതെ മിണ്ടിപ്പോയതല്ലേ, സാരമില്ല, ദൈവം ക്ഷമിച്ചോളൂ. എടേ, നീ എന്നെ പരിഹസിക്കണ്ട. നിന്നെയൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അയ്യോ അമ്മേ, ശബ്ദം വെക്കരുത്, ബ്ലഡ് പ്രഷർ വർദ്ധിക്കും. ശരീരം ഇങ്ങനെ അനക്കരുതെന്നല്ലേ ഡോക്ടർ അഡ്വൈസ് ചെയ്തിരിക്കുന്നത്. എടേ, എന്റെ വീട്ടിൽ ഒന്ന് കയറിയിട്ട് എന്നെ അവമാനിക്കാൻ മാത്രം നീ വളർന്നോടി. ഈ ഭാർഗവമെ തോൽപ്പിക്കാൻ ആരെ കൊണ്ട് സാധിക്കില്ല. അച്ഛൻ ഇതൊന്നും കാര്യമാക്കണ്ട. അമ്മയ്ക്ക് ഈയിടെ നല്ല സുഖമില്ല. വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നും മനസ്സറിഞ്ഞോണ്ട് പറയുന്നതല്ല കേട്ടോ. പാവം, രാജേട്ടൻ വന്നിട്ട് വേണം ഒരു നല്ല സൈക്യാട്രിസ്റ്റിനെ കാണിക്കാൻ. നിന്നെ ഞാൻ ഭാർഗവമേ പോയല്ലേ? മോളെവിടെ? അകത്തുണ്ട്. ദേ ഇത് മോൾക്ക് കൊടുക്കാനാ. അച്ഛനകത്തേക്ക് വരൂ, മോളെ കാണാം. ഒരു സങ്കടം ഓർത്തിക്കാനുണ്ടായിരുന്നു. എന്താ? അല്ല, വളരെ നന്ന ചെറുപ്പത്തിലേ വന്നു പെട്ടതാണ് ഞാനിവിടെ. അതിനിപ്പോ എന്താ? അല്ല, ഇത്രയും കാലം ഭാർഗവീ മന്ദിരത്തിലെ ഭാർഗവമ്മയുടെ കാര്യസ്ഥൻ എന്ന വീരേക്കർ എനിക്കുണ്ടായിരുന്നു. മുഖസ്തുതി പറയല്ലോ കേട്ടോ, അതിപ്പോ ഒരു അപമാനമായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും വേഗത്തിൽ എന്നെ ഇവിടുന്ന് ഡൈവോഴ്സ് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ നടുമുറ്റത്ത് ഞാൻ കെട്ടി തൂങ്ങി ചാവും. നിനക്ക് എപ്പ പോണം തോന്നുന്നു അപ്പൊ വയ്ക്കും. ഓ, അതെങ്ങനെയാ അമ്മേ? പിന്നെ ഇവിടുത്തെ ജോലികളൊക്കെ ആരാ ചെയ്യുക? അപ്പുകുട്ടന് പോണെന്ന് പറഞ്ഞാ പിടിച്ചു നിർത്താൻ ഒക്കൂ? അത് തന്നെ. ഒരു തെറ്റും ചെയ്യാത്ത ആ വേലക്കാരി പെണ്ണിനെ ഇവിടുന്ന് പറഞ്ഞത് ഈ അപ്പുക്കുട്ടൻ കാരണമല്ലേ? അപ്പോ ഇവൻ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ട് സഹിച്ചാലും സാരമില്ല. നിനക്ക് പോണത് അപ്പുക്കുട്ട? പോണോന്ന് ചോദിച്ചാ എനിക്ക് പോണ്ട. അപ്പൊ അമ്മ പറഞ്ഞതോ? അത് തമാശ പറഞ്ഞതല്ലേ. അപ്പുകുട്ട, അപ്പുക്കുട്ടനോ? അപ്പുക്കുട്ടൻ നായരെന്ന് വിളിക്ക്. കാലം മാറി ഭാർഗവമ്മേ, ഇനി നിങ്ങളുടെ വിളിക്കൊന്നും യാതൊരു വിലയില്ലോ. എഴുന്നേൽക്കാൻ പറഞ്ഞു. എഴുന്നേൽക്കാൻ. എന്താണ് ഇത്ര ക്ഷീണം? ക്ഷീണോ? എനിക്കൊരു ക്ഷീണമില്ല. ക്ഷീണമൊന്നുമില്ലല്ലേ? അപ്പൊ കുറച്ച് പണിയുണ്ട്. വാ, പണിയെടുത്ത് മനുഷ്യന്റെ നടു ഒടിഞ്ഞു. അപ്പഴാ പണി പണി പണി. ഈ ഇന്ന് എന്നെ കൊണ്ട് ഒന്നും ഒക്കൂല. ഒക്കില്ലേ? ഒക്കൂല. ഒക്കിലല്ലേ? ഒക്കൂല. അപ്പുക്കുട്ട, ഈ തറയൊക്കെ വൃത്തികേടായി കിടക്കുന്നത് കണ്ടില്ലേ? ഒന്ന് തുടച്ചൂടെ? തുടയ്ക്കാം. നാളെ ആദ്യം രാവിലെ തന്നെ തുടയ്ക്കാം. എന്താ പോരെ? പോരാ, ഇപ്പൊ തന്നെ തുടയ്ക്കണം. ഓ, ഞാൻ തുടച്ചോളാം ഗീതേ. ചേച്ചി അപ്പുറത്ത് പോണം. ഇയാളെ പിന്നെ എന്തിനാ ശമ്പളം കൊടുത്തിരിക്കുന്നത്? അതെ അതെ, ഒരു ഉപകാരം ചെയ്യോ? എന്നെ ഒന്ന് കൊന്നു തരുമോ? തന്നെ ഇപ്പൊ കൊല്ലില്ല, അടുത്ത പെരുന്നാളിന്. ആ പെരുന്നാളിനോ വിഷുവിനോ എപ്പോഴേയും കൊല്ല്. ഉടനെ വേണം. അത് ഞാൻ ഏറ്റു. ചേച്ചി വരും, മോൾ ഉണരാറായി. പിന്നീട് മുണ്ടോളെ കുത്തും. മോളി കയറും. ശരിക്കും നടക്കണോ? നല്ല വില കാണിക്കില്ല.
ഇവിടെ 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 ആ ഇവിടെ എനിക്ക് തുടക്കം എന്റെ വേല കയ്യിൽ. ഇനി ഞാനിവിടെ നിന്നാ എന്റെ ശവം ഞാൻ തന്നെ കൊണ്ടുപോകേണ്ടി വരും. അതിലും നല്ലത് ആരും കാണാതെ രക്ഷപ്പെടുക. ഓല 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 പുലി. നിന്റെ ഒരുക്കം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എത്രത്തോളം എത്തുമെന്ന് കാണാൻ വേണ്ടി ഇത്രയും നേരം ഞാൻ കാത്തിരിക്കായിരുന്നു. അതറിഞ്ഞൂടെ? ഇത്രത്തോളം എത്തി. എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇതൊക്കെ ഇവിടെ ഇരുന്നോട്ടെ. എന്റെ പൊന്നോ, ഞാൻ പോവാ. ആരാത്? ഗോപ, നീ ഇങ്ങനെ അലക്ഷ്യമായി നടന്നാ മതിയോ? ഭാവിയെപ്പറ്റി അല്പം ഒന്ന് ആലോചിക്കണ്ടേ? നമുക്കിനി അധികം താമസിക്കാതെ ഇവന്റെ രമയുടെയും കല്യാണം അങ്ങ് നടത്തണം. എനിക്ക് ബന്ധുക്കളുടെ വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല. വേറെ ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് ആലോചിച്ചോളൂ. എന്തേ രമേ, ദഹിക്കാത്ത വല്ലതും കഴിച്ചോ? ഇല്ല. പിന്നെ? ഒന്നുമില്ല. രമേ, എന്നോട് സത്യം പറയണം. ഗോപനുമായി നിനക്ക് കരയാതിരിക്ക. സ്വയം സൂക്ഷിക്കാതെ നടന്നിട്ടിപ്പോൾ കരഞ്ഞിട്ടെന്ത് കാര്യം? എന്താ ഇതുവരെ ഇക്കാര്യം പറയാതിരുന്നത്? അമ്മ അറിഞ്ഞാൽ എന്നെ കൊല്ലും. ഒന്നുമില്ല, നീ വാ. അയ്യോ വേണ്ട ചേച്ചി, ഞാനാണ് പറയുന്നത്. വരാൻ. അമ്മേ. എന്താടി? അമ്മ എപ്പോഴും പറയാറുണ്ടല്ലോ മക്കളെ അനുസരണയോടെ വളർത്തിയിട്ടുള്ളതെന്ന്. അതിൽ വല്ല സത്യമുണ്ടോ? എന്റെ 2 ആമക്കൾ മാത്രമേ ഉള്ളൂ ഭാര്യമാരുടെ വലയിൽ വീഴുന്നത്. ദേ ഇവളുണ്ടല്ലോ, ഞാൻ പറഞ്ഞതിൽ നിന്ന് ഒരക്ഷരം വിട്ടു നിൽക്കില്ല. എന്നെ അനുസരിക്കേണ്ടത് ഇവള് മാത്രം മതിയല്ലോ. അപ്പോ രമ എന്തോ അമ്മയുടെ ഉപദേശപ്രകാരമേ ചെയ്യാറുള്ളൂ അല്ലേ? അതെ. അപ്പൊ പിന്നെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ രമേ? അമ്മ പറഞ്ഞ പോലെയല്ലേ നടന്നിട്ടുള്ളൂ. അതെന്താടി അത് കൊള്ളി വെച്ച് സംസാരിക്കുന്നത്? അല്ല, രമ ഗർഭിണിയാണ്. ഞാൻ വിചാരിച്ചു ആരും അറിയാതെ ഇവൾക്കൊരു തെറ്റ് പറ്റിയതാണെന്ന്. എടേ, അനാവശ്യം പറയരുത്. അനാവശ്യമല്ല, ചോദിച്ചു നോക്കണം. എടേ, ഞാൻ എന്താടി കേൾക്കുന്നത്? കൊന്നോളെ ഞാൻ നിന്നെ. അമ്മേ, ഇനി ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? 2 ആൺമക്കളെ അമ്മ വെളിയിലിറക്കി. അവരിറങ്ങിപ്പോയി. ഇത് അങ്ങനെയല്ല. മകൾ തെരുവിൽ കിടന്ന് അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ചാൽ അമ്മയ്ക്ക് അത് അന്തസ്സാണ്. ഞാൻ എന്താ ചെയ്യാ? ഇനി ഒന്നേ ചെയ്യാനുള്ളൂ. നാളെ രാവിലെ അമ്മയും രമയും കൂടി അമ്മാവിന്റെ വീട്ടിൽ പോവുക. വിവരങ്ങളൊക്കെ അമ്മാവിനോട് പറയുക. എത്രയും വേഗം ഗോപന്റെ രമയുടെയും വിവാഹം നടത്തിക്കുക. അവൻ എന്താ ഇപ്പൊ ഇങ്ങനൊരു തോന്നലുണ്ടാവാനെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് അതിശയം. എനിക്ക് തോന്നുന്നത് വല്ല സൗന്ദര്യപ്പണക്കോ ആയിരിക്കുമെന്ന്. ഏതായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. രമയുടെ അഭിപ്രായം എന്താണെന്ന് അറിയണമല്ലോ. 100 ആയുസ് പറഞ്ഞ് നാക്കകത്തേക്ക് ഇട്ടതേ ഉള്ളൂ. എന്താ രമേ, നീയും ഗോപനും തമ്മിൽ പിണക്കമാണോ? അല്ലല്ലോ. പിന്നെന്താ? അവൻ ബന്ധുക്കളുടെ വീട്ടിൽ നിന്നും കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലെന്നും വേറെ ആലോചിച്ചുകൊള്ളാനും എന്നോട് പറഞ്ഞത്. മോള് സത്യം പറ, നിങ്ങൾ തമ്മിൽ വല്ല വഴക്കും കൂടിയോ? ഇല്ല. ഇത് ചതിയാണ് ചേട്ടാ. ഗോപൻ അറിഞ്ഞുകൊണ്ട് എന്റെ മോളെ വഞ്ചിച്ചതാ. വഞ്ചിച്ചതോ? അതിന് മാത്രം ഇപ്പൊ എന്തുണ്ടായി? ഇനി ഉണ്ടാവാൻ ഒന്നുമില്ല. രമ ഗർഭിണിയാണ്. അവനെവിടെ? എനിക്ക് അവനോട് 2 വാക്ക് ചോദിക്കാനുണ്ട്. അവനിവിടെ ഇല്ല.
ഈയിടെയായിട്ട് വല്ലപ്പോഴുമേ ഇങ്ങോട്ട് വരാറുള്ളൂ. വന്നാൽ ഉടനെ തിരിച്ചങ്ങ് പോവുകയും ചെയ്യും. അവനെ കാണാതെ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോവില്ല. ഭാർഗവി, നീ പൊയ്ക്കൊള്ളൂ. അവൻ വന്നാൽ ഉടനെ അവനെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് വരാം. ഗോപേട്ടൻ ഇപ്പോൾ എവിടെയുണ്ട്? ആർക്കറിയാം മോളെ. നീ സമാധാനമായിരിക്കും, പേടിക്കണ്ട. സാധാരണ ഞാൻ ഡൈനിങ് ഹാളിൽ പോയിരുന്ന് കഴിക്കാറില്ല. മാത്രമല്ല, ബോറടിച്ചാൽ ഇവിടെ ഈ മുറിയിൽ വന്ന ഏകനായിരിക്കും. അമ്മ വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ വന്നോളാം. നീ എങ്ങോട്ട് പോകുന്നു? ഒരു കൂട്ടുകാരിയെ കാണണം. ഇതാരാണ്? എനിക്കറിയില്ല. അമ്മ വിഷമിക്കാതിരിക്കണം, എല്ലാം ശരിയാകും. രമേ, രമേ, ഗോപനെ കാണാനല്ലേ പോയത്? അവനെ കണ്ടോ? അവൻ എന്തു പറഞ്ഞു രമേ? ഈ മൂസേരി, എന്തെങ്കിലും ഒന്ന് പറയടി. എന്താ അമ്മയുമായി വല്ല വഴക്കമുണ്ടായോ? ഇല്ല. പിന്നെ എന്താ ആരും ഒന്നും മിണ്ടാത്തത്? എന്താണ് ഉണ്ടായെന്ന് പറയൂ. നമ്മുടെ രമ രമ ഗർഭിണിയാണ്. അമ്മയും രമയും കൂടി അമ്മാവന്റെ വീട്ടിൽ പോയിരുന്നു. ഗോപനിപ്പോ രമയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലെന്ന്, വേറെ വിവാഹം ആലോചിക്കാൻ പറഞ്ഞിരിക്കുക. ഇപ്പൊ സന്തോഷമായില്ലേ? പെണ്ണിനെ താലോലിച്ച് വളർത്തിയതിന്റെ ഗുണം കാണിച്ചില്ലേ? അമ്മയാണ് ഇതിനൊക്കെ കാരണം. അമ്മയെ വെറുതെ കുറ്റപ്പെടുത്തായിരിക്കും. വേറെ ആരെ കുറ്റപ്പെടുത്താൻ? അവന്റെ എല്ലാ തെറ്റുകൾക്കും അമ്മ കൂട്ടുനിന്നു. മരുമകൻ പണം വാരിക്കോരി ചെലവാക്കുന്നവനല്ലേ? മകളെ രാജകുമാരിയെ പോലെ നോക്കുമെന്ന് വിചാരിച്ചു. രാജാ, അമ്മയെ വെറുതെ വിഷമിപ്പിക്കരുത്. വെറുതെ അല്ല ചേട്ടത്തി, ഇത് മനഃപൂർവ്വം വരുത്തി വെച്ച ആപത്താണ്. ഗീത വരുന്നതിന് മുമ്പ് ചേട്ടത്തിയെ ദ്രോഹിക്കാനേ അമ്മയ്ക്ക് സമയമുണ്ടായിരുന്നു. ചേട്ടത്തി മനസ്സ് നൊന്ന് കരയുന്നത് കണ്ട് അമ്മ സന്തോഷിച്ച് ചിരിച്ചിട്ടുണ്ട്. അതിന്റെ ശിക്ഷയാണ്. അങ്ങനെ പറയരുത് രാജാ, എനിക്ക് അമ്മയോട് ഒരു വിഷമവുമില്ല. ഞാൻ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്കെല്ലാം കാരണം എന്റെ വിധി മാത്രമാണ്. അതൊക്കെ പോട്ടെ, നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കണം. അവൾ എവിടെ? ഞാനൊന്ന് ചോദിക്കട്ടെ. അവൾ അകത്തുണ്ട്. നിനക്ക് സന്തോഷമായില്ലേ? കുടുംബത്തിന് അവമാനം വരുത്തി വെച്ച് കരയുന്നത്. ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ? ഗോപനെ കണ്ടൊന്ന് സംസാരിച്ചാൽ ചിലപ്പോ വിവാഹത്തിന് സമ്മതിക്കും. ചിലപ്പോഴല്ല. ഗോപൻ, ഗോപൻ, ഇതാര്? രാജനോ? ഗോപനോടെ അമ്മായി? അവനിവിടുന്ന് നേരത്തെ ഇറങ്ങിയതാ. എന്തിനാ രാജാ? എനിക്ക് അവനെ ഒന്ന് കാണണം. അവനോട് കുറച്ച് സംസാരിക്കണം. എന്താ ലക്ഷ്മി, ആരാ ഇവിടെ വന്നത്? രാജൻ ഗോപനെ അന്വേഷിച്ച് വന്നതാ. അവൻ ദേഷ്യപ്പെട്ടാ പോയത്. എനിക്ക് പേടിയാവുന്നു. പേടിക്കാൻ എന്തിരിക്കുന്നു? ആരായാലും ശരി, തെറ്റ് ചെയ്തവൻ അതിന്റെ ഫലം അനുഭവിക്കും. അവനിപ്പോ എവിടെയാണോ എന്തോ. എവിടെ പോകാനാ? ആ ഹോട്ടലിൽ തന്നെ കാണും. എക്സ്ക്യൂസ് മീ, ഗോപൻ ഒരു മിനിറ്റ് വരൂ. എന്തിനാ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾ അത്യാവശ്യമായി ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കാം. കുറച്ച് കഴിഞ്ഞു വരാം. അത് പോരാ, അതോടെ വയ്ക്കൂ. ഞാനിവിടെ ഇപ്പൊ വന്നത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലാക്കണം. വിവരം പറയാതെ ഞാൻ എങ്ങനെ മനസ്സിലാക്കാൻ? എന്റെ അനിയത്തി രമ ഗർഭിണിയാണ്. നീയാണ് അതിന് കാരണമെന്ന് എനിക്കറിയാം. ഇപ്പൊ നീ ഒരു ഒഴിഞ്ഞുമാറ ശ്രമം നടത്തുകയാണെന്ന് കേട്ടു. അതെന്താണെന്ന് എനിക്കറിയണം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. രമയെ പോലെ ഒരുപാട് പെൺകുട്ടികളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അവരെയൊക്കെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ തണ്ടിപ്പോകും. എടാ,
ഞാൻ വരാം. അമ്മേ, ഇതാ അമ്മയുടെ മരുമകൻ. ഇവൻ ഇന്ന് രമയുടെ കഴുത്തിൽ താലി കെട്ടും. ചോദിച്ചു നോക്കൂ, സമ്മതമാണോ? അങ്ങനെ സമ്മതിപ്പിച്ചിട്ട് എന്താ കാര്യം? രമയെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ഗോപന് കഴിയുമോ എന്ന് ചോദിക്കും. കഴിയും. സാഹചര്യങ്ങളാണ് എന്നെ തെറ്റിലേക്ക് നയിച്ചത്. രാജേട്ടൻ എന്റെ കണ്ണു തുറപ്പിച്ചു. ഇനി ഒരിക്കലും ഞാൻ തെറ്റിയില്ല. അമ്മേ, ഇനിയെങ്കിലും നമ്മുടെ വീട്ടിൽ സ്വസ്ഥത ഉണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരമ്മയ്ക്ക് മക്കളെ ശിക്ഷിക്കാം, ശാസിക്കാം. അതിനുള്ള അധികാരവും അവകാശവും അമ്മയ്ക്കുണ്ട്. പക്ഷേ ഞങ്ങളെ വേദനിപ്പിക്കുക എന്ന ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഭാഗരവ്യമ്മേ, ധാരാ വന്നിക്കണം നോക്കി. ചേച്ചിട്ടാ, നമ്മുടെ മോള് നോക്കൂ, നമ്മുടെ മോള്. മോനെ, എന്റെ മോനെ. നിക്കി നിങ്ങളെ മോനോ? ഓനിങ്ങൾ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചില്ലേ? ഇത് നമ്മളെ വിമലക്കുട്ടീനെ കെട്ടിയോനാ. 10 തേഞ്ഞു നിൽക്കുന്ന കെട്ടിയോളെ പള്ളയമില് സ്വന്തം അമ്മ ചവിട്ടിന്ന് കേട്ട് കൽപ്പ് പൊട്ടി പേടിച്ച് നാട് വിട്ട് ഓടിയാൻ. ഓൻ വയനാട്ടില് അലിഞ്ഞു തിരിഞ്ഞ് നടക്കണേ നമ്മൾ കണ്ട്. ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാന്ന് വെച്ചാല് പഠിച്ച പണി പതിനിട്ട് നോക്കിയാൽ ഈ കുട്ടി വരൂല. ഇന്റെ കുട്ടീനെ അമ്മ ചവിട്ടിക്കൊന്ന് എന്നൊരൊറ്റ വർത്താനം. അവസാനം നമ്മൾ പിടിച്ച പിടിയാണ് കൂട്ടിക്കൊണ്ട് വന്നിക്ക. ഇങ്ങനെ ഓർത്തല്ല, നിങ്ങളെ ചവിട്ടും കുത്തും കൊണ്ട് വേലക്കാരിനെ പോലെ കഴിയുന്ന ഈ വിമലക്കുഞ്ഞിനെ ഓർത്തു. അമ്മയെ വേദനിപ്പിക്കരുത്. കണ്ടോ, ഇതാണ് സ്നേഹം എന്ന് പറയുന്നത്. ഈ ദുനിയാവിൽ ഏറ്റവും വലുത് സ്നേഹമാണ്. അത് അങ്ങാടിയിൽ വാങ്ങാൻ കിട്ടുന്ന പച്ചമരുന്നൊന്നല്ല, മനുഷ്യന്മാരുടെ കൽപ്പിന്റെ ഉള്ളില് പൊടിഞ്ഞുണ്ടാവേണ്ട ഒന്നാണ്. ഈ ബഹുമാനം എന്ന് പറയുന്നത് ചോദിച്ചു വാങ്ങാൻ പറ്റിയ ഒന്നല്ല. അത് നമ്മളെ സ്നേഹവും പെരുമാറ്റവും ഇതൊക്കെ കൂടി കണ്ട് മറ്റുള്ളവർ അറിഞ്ഞു തരേണ്ട ഒന്നാണ്. മനസ്സിലായോ? അതിനേ വിലയുള്ളൂ. മനസ്സിലായിക്കോളി. അല്ല, നിങ്ങളെല്ലാരും എന്താ അങ്ങനെ കൂട്ടം കൂടി നിൽക്കണമെന്ന് പറഞ്ഞില്ലല്ലോ? ഞങ്ങൾ രമയുടെ കല്യാണക്കാര്യം പറഞ്ഞോണ്ട് നിൽക്കായിരുന്നു. ഫസ്റ്റ് ഇത് നമ്മൾ നേരത്തെ അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞിരുന്ന നമ്മൾ ഐശ്വര്യം കൂട്ടി വരികയായിരുന്നു. ഉമ്മിണി നാളായി ഒരു കല്യാണ ചോറ് വെച്ചിട്ട്. എന്നിട്ട് രമക്കുഞ്ഞവിടെ അകത്തുണ്ട്. നമ്മളൊന്ന് കാണട്ടെ. പിയാപ്പിളയോ? അല്ല, നിങ്ങൾ അച്ഛനും അമ്മയ്ക്കോ സുഖം തന്നെയല്ലേ? അതെ. നമ്മൾ അന്വേഷണം പറഞ്ഞോണ്ട്. രമ വാതിൽ തുറക്കുന്നില്ല. എത്ര വിളിച്ചിട്ടും അകത്തു നിന്ന് ഒരു ശബ്ദവും കേൾക്കുന്നില്ല. മക്കളെ, ഈ അമ്മയ്ക്ക് മാപ്പ് തരൂ. നിങ്ങളെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതിന്റെ ശിക്ഷ എനിക്ക് കിട്ടി. ഇനിയുള്ള കാലം ഈ വീട് നോക്കേണ്ടത് നിങ്ങളാണ്. എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് പറ്റരുത്. എന്റെ മക്കൾക്ക് നന്മയെ വരൂ.